ദ ജേർണലിസ്റ്റിലേക്ക് മുസ്ലിങ്ങൾക്കെതിരെ എന്തു തോന്നിയാസവും ആർക്കും വിളിച്ചു കൂവാമെന്നൊരു പൊതുബോധം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം കഴിഞ്ഞ കുറച്ചധികം കാലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നോഹലാൽ വിവാദവും മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട എന്തും കുറ്റകരമാണ് എന്ന നിലയിലുള്ള പരസ്യ പ്രസ്താവനകളും ഇതിനെതിരെ കാര്യമായ രീതിയിൽ നടപടിയെടുക്കാതിരിക്കുന്ന പോലീസും ഒക്കെ ചേർന്ന് കേരളത്തിൽ മുസ്ലിം വിരുദ്ധത ആളിക്കത്തിക്കുന്നതിനോട് അന്തരീക്ഷം കുറെ ഗുണകരമാക്കി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് PC ജോർജിനെ പോലുള്ളവർ തുടർച്ചയായി, അതായത് കോടതിയുടെ ജാമ്യവ്യവസ്ഥ നിലനിന്നിട്ടും മുസ്ലിം വിദ്വേഷം ആളിക്കത്തിക്കുന്ന വിധത്തിൽ തുടർച്ചയായി പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നമുക്കാർക്കും നഷ്ടപ്പെട്ടിട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അതുകൊണ്ട് തന്നെയാണ് PC ജോർജിന് മുൻകൂർ ജാമ്യം നൽകാതെ അദ്ദേഹത്തെ വിരട്ടി ഓടിച്ചത്. ഇതൊരു അബദ്ധം പറ്റിയതാണ്, മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ തുടങ്ങി നാലാംകിട യൂട്യൂബ് ചാനലിലെ ചില വിദ്വേഷ അവതാരങ്ങൾ ഇരുന്ന് തള്ളുന്നത് പോലെയൊക്കെ PC ജോർജ് തള്ളി നോക്കി. പക്ഷെ കോടതി ഓടിച്ചു. പക്ഷെ PC ജോർജ് ജയിലിൽ ആകേണ്ടി വന്നില്ല. കാരണം ഇവിടെ ഒരു സർക്കാരുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും PC ജോർജിന് ജാമ്യം കിട്ടി. ആശുപത്രി വാസം കഴിഞ്ഞ് അദ്ദേഹം നേരെ വീട്ടിലേക്ക് പോയി. ആ വീട്ടിലേക്കുള്ള പോക്ക് അത് എഴുതി വയ്ക്കപ്പെടേണ്ട, മാർക്ക് ചെയ്തിടേണ്ട ഒരു സന്ദർഭമാണ്. കാരണം മുസ്ലിങ്ങൾക്കെതിരെ എന്തും പറയാമെന്നുള്ള ആ ഒരു മാനസികാവസ്ഥയ്ക്ക് കാര്യമായ മാറ്റം വന്ന ശേഷമാണ് PC ജോർജ് വീട്ടിലേക്ക് പോയിരിക്കുന്നത്. വയസ്സാം കാലത്ത് വീടിൻ്റെ ഒരു മൂലയിൽ അടങ്ങിയിരിക്കും മനുഷ്യ എന്ന് കേരളത്തിലെ ജനങ്ങൾ പലതവണ PC ജോർജിനോട് പറഞ്ഞിട്ടുള്ളൂ. ഉള്ള ബഹുമാനം കൂടി കളയരുത് സാർ എന്ന് ഈ ഉള്ളവനെ പോലുള്ളവർ PC ജോർജിനോട് പറഞ്ഞിട്ടുണ്ട്. കാരണം PC ജോർജ് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ നടത്തിയ പരാമർശം ഒരിക്കലും നടത്താൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ PC ജോർജ് സൂക്ഷിക്കേണ്ടത് ആരെയാണെന്നറിയാമോ? നിങ്ങളെ വിമർശിക്കുന്നവരെയല്ല, മറിച്ച് നിങ്ങളെന്തോ വീരകൃത്യം ചെയ്തു എന്ന നിലയിൽ ഇപ്പോഴും നിങ്ങളെ താങ്ങിക്കൊണ്ട് നടക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി എന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളെ നിരന്തരമായി കുഴിയിൽ തള്ളിയിടുന്ന ചില യൂട്യൂബർമാരെ, വർഗീയത വെറിയന്മാരെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. കാരണം PC ജോർജ് എന്തായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം, ഇപ്പോഴെന്താണ് എന്നുള്ളതും എല്ലാവർക്കും അറിയാം. നാക്കുപിഴയല്ല, നാക്കിൻ്റെ ദൂഷ്യം കൊണ്ടാണ് PC ജോർജ് ഈ അവസ്ഥയിലെത്തിയത് എന്ന് നമുക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞതുമാണ്. എന്നിട്ടും PC ജോർജ് ഇപ്പോൾ ചെയ്യുന്നതൊക്കെ എന്തോ വീരകൃത്യമാണ് എന്ന മട്ടിലാണ് ഈ വർഗീയ വെറിയന്മാരായ, അന്ധമായ മുസ്ലിം വിരോധികളായ വളരെ കുറച്ച് യൂട്യൂബർമാർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പെയ്ഡ് ബൂസ്റ്റ് സംവിധാനം ഉപയോഗിച്ച് എല്ലാ വീഡിയോകൾക്കും റീച്ച് കൂട്ടി കാണിക്കുന്ന ഈ വിദ്വാൻമാർ PC ജോർജ് എന്തോ മഹാകൃത്യം ചെയ്തു, മുസ്ലിങ്ങൾ മുഴുവൻ രാജ്യവിരുദ്ധരാണെന്നും മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ പ്രേമമാണുള്ളതെന്നും രാജ്യത്തോട് സ്നേഹമില്ല എന്നുമൊക്കെ ജനൻ TV ചർച്ചയിൽ വന്നിരുന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും ഇത് വിദ്വേഷ പരാമർശമാണ്, തുടർച്ചയായി ഉണ്ടാകുന്നതാണ്, ജനപ്രതിനിധിക്ക് ചേർന്നതല്ല തുടങ്ങി നിശിതമായ വിമർശനങ്ങൾ PC ജോർജിനെതിരെ ഉന്നയിച്ചെങ്കിലും, മുൻകൂർ ജാമ്യം നിഷേധിച്ച് വളരെ വ്യക്തമായ കോട്ടുകൾ നൽകിയെങ്കിലും അതൊന്നും ഇവർക്ക് പ്രശ്നമല്ല. ഇവറ്റകൾ ഇപ്പോഴും PC ജോർജിനെ താങ്ങിക്കൊണ്ട് നടക്കുകയാണ്. PC ജോർജിന് വലിയ ഹൈപ്പ് കൊടുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ ഇത്തരം ചില യൂട്യൂബർമാരുടെ പ്രചാരണം, ഈ PR ടീമിൻ്റെ, PC ജോർജിന് വേണ്ടി എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകൾ നടത്തുന്ന PR ടീമിൻ്റെ ചില വാചകങ്ങൾ ഞാൻ വായിക്കാം. അവരുടെ പോസ്റ്റിലൊക്കെ വന്നിട്ടുള്ള ടൈറ്റിലുകളൊക്കെയാണ്. PC ജോർജ് ഛർദ്ദിക്കുന്നത് ഷാർജ ഷെയ്ഖാണെന്നും പറഞ്ഞ് വലിച്ചു കുടിക്കുന്ന വർഗീയ വിദ്വേഷികൾ, മുസ്ലിം വിരുദ്ധർ, അവന്മാരുടെ വാക്കുകളാണ് ഞാൻ പറയുന്നത്. നോക്കുക, സുഖചികിത്സ കഴിഞ്ഞ് PC ജോർജ് വീട്ടിലേക്ക് പോവുകയാണ്. അതാ മുസ്ലിം ലീഗും മീഡിയ വണ്ണും കുത്തിയിരുന്ന് കരയുകയാണ്. PC ജോർജ് ഒരു ദിവസം പോലും ജയിലിലായില്ല. അതുകൊണ്ട് PC ജോർജ് മഹാനാണ്, PC ജോർജ് അങ്ങ് വലിയ മനുഷ്യനാകുന്നു എന്ന് പറഞ്ഞ് PC ജോർജിന് മുന്നിൽ കുനിഞ്ഞു നിന്ന് ആ കാലിങ്ങനെ നക്കുന്നത് പോലെയാണ് ഈ ചങ്ങാതിമാർ ഓരോ വീഡിയോയും വാർത്തകളും പടച്ചു വിടുന്നത്. ആലോചിച്ച് നോക്കും, മനസ്സിൽ അന്ധമായ മുസ്ലിം വിരുദ്ധത നിമിത്തം PC ജോർജിനെ വാഴ്ത്തി കിടന്നങ്ങ് മെഴുകുകയാണ് ഇവർ. ഇത്തരം വിഷജന്മങ്ങളൊക്കെ ഇപ്പോഴും കേരളത്തിൽ ജീവിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ച് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, PC ജോർജിന് സുഖചികിത്സയായിരുന്നു പോലും, PC ജോർജിനെ എല്ലാവരും പിന്തുണയ്ക്കുകയാണ് പോലും, PC ജോർജ് നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളൊക്കെ നല്ലതാണ് കേരള സമൂഹത്തിന് പോലും. PC ജോർജിനെ തോൽപ്പിക്കാൻ ആർക്കുമാകില്ല. മുസ്ലിം ലീഗും മീഡിയ വണ്ണും മാത്രമാണ് PC ജോർജിൻ്റെ എതിരാളികൾ. ബാക്കിയുള്ളവരൊക്കെ PC ജോർജിനെ ജയ് വിളിക്കുകയാണ് എന്ന്. ഒന്നുകിൽ ഇങ്ങനെയൊക്കെ പറയുന്നവന്മാർക്ക് മൂത്ത പ്രാന്തായിരിക്കും, അല്ലെങ്കിൽ യുവന്മാർ ബ്രാൻഡ് മാറി അടിച്ചിട്ടായിരിക്കും ഇമാതിരി പ്രചാരണം നടത്തുന്നത്. ഇനി അതുമല്ലെങ്കിൽ അന്ധമായ മുസ്ലിം വിരോധം PC ജോർജിനേക്കാൾ കൂടുതൽ വളർന്ന് ഏതോ ഒരു സൈക്കിക് അവസ്ഥയിലായിട്ടുണ്ടാവും.
എന്തായാലും പി സി ജോർജിനൊപ്പമാണ് കേരളത്തിലെ ജനങ്ങളെന്ന് പറയാൻ, അത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ തന്നെ ചില്ലറ തൊലിക്കട്ടിയൊന്നും പോരാ. എന്നാൽ ആലോചിച്ച് നോക്കൂ, ശരിക്കും പി സി ജോർജ് തകർന്ന് അടിച്ചിരിക്കുകയല്ലേ? കേരളത്തിൽ എന്തുമാകാം, മുസ്ലിങ്ങൾക്കെതിരെ എന്തും പറയാമെന്ന് പറഞ്ഞ് പല വേദികളിലും അത് ആവർത്തിച്ച പി സി ജോർജിന് കേരള പോലീസ് അറസ്റ്റ് ചെയ്യാതെ കൊണ്ടു നടന്നിട്ട് പോലും ഒളിവിൽ പോകേണ്ടി വന്നു, പേടിച്ചരണ്ടി ഇരിക്കേണ്ടി വന്നു, കുറേ നാൾ ജാമ്യത്തിന് വേണ്ടി നെട്ടോട്ടം ഓടേണ്ടി വന്നു. എത്രാമത്തെ വയസ്സിലാണ്? 70ാമത്തെ വയസ്സിൽ. 30 വർഷക്കാലം ജനപ്രതിനിധിയായിരുന്ന ഒരു ഒറ്റയാൻ, ഒരു സിംഹക്കുട്ടി എന്ന് സ്വയം വിശേഷിപ്പിക്കുകയല്ല, ജനങ്ങൾ വിശേഷിപ്പിച്ചൊരു മനുഷ്യനായിരുന്നു പി സി ജോർജ്. കാരണം അത്രയും വലിയ കരുത്തുണ്ടായിരുന്നു മനുഷ്യന്. പക്ഷേ വർഗീയവാദികൾക്കൊപ്പം ചേർന്ന് ഇതുപോലെ പിന്നാലെ നടന്ന് കുഴിയിൽ ചാടിക്കുന്ന പി സി ജോർജിനോട് ഒരു സ്നേഹമോ കമ്മിറ്റ്മെൻറ്റോ ഇല്ലാതെ പി സി ജോർജിൻ്റെ നാശം മാത്രം മുന്നിൽ കാണുന്ന ചില വർഗീയ വെറിയന്മാരായ യൂട്യൂബർമാരുടെയൊക്കെ തള്ളുകേട്ട് അതിന് തലവെച്ച് പി സി ജോർജ് ഉണ്ടാക്കിയെടുത്ത നഷ്ടം ചെറുതല്ല. അപ്പോൾ പി സി ജോർജിന് ഇനി BJP വലിയ പദവി കൊടുക്കുമെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കത്തിന് ഒരു സാധ്യതയും BJP കേന്ദ്ര നേതൃത്വം എടുക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പി സി ജോർജ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിരുന്നുവെങ്കിൽ പിന്നെ പി സി ജോർജ് തിരിഞ്ഞു നോക്കേണ്ടി വരില്ലായിരുന്നു, വൻ കുതിപ്പ് അദ്ദേഹത്തിനുണ്ടാകുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു കുതിപ്പ് പി സി ജോർജിന് ഉണ്ടായില്ല. പി സി ജോർജ് കിതച്ചു, സ്വന്തം പാർട്ടി പിരിച്ചുവിട്ട് അവസാന ആശ്രയമെന്ന നിലയിൽ BJPയിലേക്ക് പോയി. പക്ഷെ അവിടെയും അതിനുശേഷം വലിയ പദവികളൊന്നും കിട്ടിയില്ല. ഈ വിവാദമുണ്ടായപ്പോഴും BJP നേതൃത്വം വേണ്ട വിധത്തിൽ പി സി ജോർജിനൊപ്പം നിന്നില്ല. പി സി ജോർജ് ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ പാർട്ടിയോട് ചോദിക്കാതെ ചാനൽ ചർച്ചയിൽ ഇതൊക്കെ വിളിച്ചു പറഞ്ഞു എന്ന പരാതി BJPയിലെ ഒരു വിഭാഗത്തിനുണ്ട്. എന്ന് മാത്രമല്ല, ഷോൺ ജോർജ് അടക്കം പി സി ജോർജ് പറഞ്ഞത് ശരിയായില്ല എന്ന് ചാനലുകളോട് പറയുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം മാപ്പ് പറഞ്ഞു, അത് സ്വീകരിക്കണമെന്നൊക്കെ പറഞ്ഞുവെങ്കിലും പി സി ജോർജ് ചെയ്തത് ശരിയായില്ല എന്ന് ഷോണും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. എന്ന് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി ഇത് പി സി ജോർജ് തുടർച്ചയായി നടത്തുകയാണ്. അപ്പോൾ ഒരു വശത്ത് അബ്ദുള്ളക്കുട്ടിയെ പാർട്ടിയിലേക്ക് എടുത്തുകൊണ്ട് ദേശീയ മുസ്ലിമാണ്, BJP ന്യൂനപക്ഷങ്ങൾക്കൊപ്പം എന്ന് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് BJP. കാരണം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പൂർണ്ണമായ ന്യൂനപക്ഷ വിരുദ്ധതയൊന്നും BJPക്ക് ഇവിടെ വളർത്താൻ കഴിയില്ല. അത് അങ്ങനെ പോയാൽ BJPക്ക് അത് തിരിച്ചടി ഇരട്ടിയാക്കുകയുള്ളൂ. അപ്പോൾ നയപരമായി ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കുക എന്ന സമീപനത്തിൻ്റെ ഭാഗമായി അബ്ദുള്ളക്കുട്ടിയെയൊക്കെ കൊണ്ടുവന്ന് ദേശീയ മുസ്ലിം എന്നൊക്കെ അവതരിപ്പിച്ച് ഒരു വശത്ത് BJP ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ മറുവശത്ത് പി സി ജോർജ് ഇങ്ങനെ പറഞ്ഞ് നിരന്തരമായി പറഞ്ഞ് കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും പി സി ജോർജിനെ ഇനി BJP നേതൃത്വം കാര്യമായി പരിഗണിക്കാൻ സാധ്യതയില്ല. അങ്ങനെ പരിഗണിക്കണമായിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹം ഒരു വലിയ ഔന്നത്യത്തിലേക്ക് വരേണ്ടതായിരുന്നു. ഇപ്പോൾ ജോർജ് കുര്യനെയൊക്കെ ക്രൈസ്തവ വിഭാഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി പദവി കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രൈസ്തവ മേഖലയിലുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് ജോർജ് കുര്യൻ, അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കിയപ്പോൾ പി സി ജോർജിന് അടുത്തൊരു ലെവലിലേക്ക് ഉയർത്തേണ്ടതായിരുന്നു, അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പി സി ജോർജിൻ്റെ ഈ നാക്കുപിഴ എന്ന് അദ്ദേഹം വിളിക്കുന്ന ആ ഒരു സംഗതിയെ കേന്ദ്ര നേതൃത്വവും വളരെ ഗൗരവത്തോടു കൂടി കാണുന്നുണ്ട്, വളരെ രൂക്ഷമായ അവസ്ഥയിൽ അതിനെ വിലയിരുത്തുന്നുണ്ട്. വല്ലാത്ത ഒരു പ്രവർത്തനം തന്നെയാണ് പി സി ജോർജ് ഇവിടെ നടത്തുന്നത്. പിന്തുണച്ചു കഴിഞ്ഞാൽ വലിയ പണിയാകും എന്ന് BJP ദേശീയ നേതൃത്വം ചിന്തിക്കുന്നുണ്ടെന്ന് വേണം. കാരണം ആദ്യം പി സി ജോർജ് ഇത്തരം രൂക്ഷമായ പരാമർശങ്ങൾ നടത്തിയത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിലാണ്. അതിൻ്റെ ഭാഗമായി അതിനുശേഷം എറണാകുളം വെണ്ണലയിലെ ഒരു ക്ഷേത്രത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിലും ഇദ്ദേഹം ഇത് ആവർത്തിച്ചു. ആ സമയങ്ങളിലൊക്കെ പി സി ജോർജ് അറസ്റ്റിലാവുകയും അദ്ദേഹത്തെ പോലീസ് പിടിക്കുകയൊക്കെ ചെയ്ത സമയത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, കേന്ദ്രമന്ത്രി വി മുരളീധരൻ തുടങ്ങിയവരൊക്കെ കട്ടയ്ക്ക് പി സി ജോർജിനൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സംഭവം നടക്കുമ്പോൾ പി സി ജോർജിന് വേണ്ടി കാര്യമായ ഇടപെടൽ, നേരിട്ടുള്ള ഇടപെടലൊന്നും BJP സംസ്ഥാന നേതാക്കളോ ദേശീയ നേതാക്കളോ നടത്തിയില്ല. പണ്ട് ഒരു കേന്ദ്രമന്ത്രി നേരിട്ട് വന്നിരുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. പക്ഷേ ഇപ്പോൾ അതൊന്നും ഉണ്ടായില്ല. ഇതിൻ്റെ അർത്ഥം പി സി ജോർജ് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പാർട്ടിക്ക് ബാധ്യതയാക്കാൻ ഞങ്ങളില്ല എന്ന നിലയിൽ മാറി നിൽക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. എന്നാൽ പി സി ജോർജിനെ കുടുക്കിയതാണ് എന്ന 1-2 വരി പ്രസ്താവനയൊക്കെ BJP നേതൃത്വം നൽകുകയും ചെയ്തു. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പി സി ജോർജിന് ഉണ്ടായിരുന്ന, അതായത് BJPയിലേക്ക് അംഗത്വം എടുത്ത് എന്തെങ്കിലും കിട്ടുകയായിരുന്നെങ്കിൽ ആ സാധ്യത പോലും ഇല്ലാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും പി സി ജോർജ് ജയിച്ചു, മീഡിയ വൺ കരയുന്നു, മുസ്ലിം ലീഗ് കരയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മീഡിയ വണ്ണിന് മുസ്ലിം ലീഗിന് മാത്രമാണ് പി സിയോട് എതിർപ്പ്, ബാക്കിയുള്ളവരൊക്കെ പി സി ജോർജിന് ജയ് വിളിക്കുകയാണ് എന്ന തരത്തിലൊക്കെയുള്ള ഒരു പ്രൊപ്പഗണ്ട ഉണ്ടാക്കാൻ നടക്കുന്നവരുടെ തലയ്ക്ക് എന്തോ കാര്യമായ തകരാറുണ്ട്. ആദ്യം പറഞ്ഞു പിണറായിയുടെ പോലീസ് പി സി ജോർജിനോട് വൈരാഗ്യം തീർക്കുകയാണെന്നൊരു ക്യാമ്പയിൻ ഇവർ തുടങ്ങി. പക്ഷെ അത് അടപടലം ചീറ്റി. കാരണം പോലീസ് ഒരു നടപടിയും എടുത്തില്ല, കോടതിയാണ് നേരിട്ട് ഇക്കാര്യത്തിൽ രൂക്ഷ വിമർശനം പി സിക്കെതിരെ ഉന്നയിച്ചത്, അത് ചീറ്റി. അത് കഴിഞ്ഞപ്പോഴാണ് മീഡിയ വണ്ണും മുസ്ലിം ലീഗുമാണ് ഈ പ്രശ്നക്കാർ, ബാക്കിയുള്ള മുസ്ലിം സമൂഹം മുഴുവൻ പി സിക്കൊപ്പമാണ് എന്ന ഒരു ഉണ്ടയില്ലാ വെടി പൊട്ടിക്കുന്നത്. എന്ന് മാത്രമല്ല, പി സിയെ ചീത്ത വിളിക്കുന്ന മുസ്ലിങ്ങൾ മുഴുവൻ യഥാർത്ഥ മുസ്ലിങ്ങളല്ല, അവർ മുസ്ലിം വിരുദ്ധരാണ്
ഇങ്ങനെയൊക്കെയുള്ള കുറേ ക്യാമ്പയിനുകൾ ഈ PR ടീം നടത്തുന്നുണ്ട്. ഒന്നുകിൽ PC ജോർജിനോട് വല്ലാത്ത വെറുപ്പും വിദ്വേഷവും ഇവർക്കുണ്ട്. PC ജോർജിനെ ചിരിച്ചുകൊണ്ട് കുഴിയിൽ ചാടിക്കാനും ഇനിയും എരികേറ്റി ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞ് വീണ്ടും പറയിച്ച് ഈ വയോധികനെ കുടുക്കാനുമാണ് ഇവർ ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രവുമല്ല PC ജോർജ് വിദ്വേഷം പറഞ്ഞത് ജനം TV-യുടെ ഫ്ലോറിലുമാണ്, മറ്റ് ചാനലുകളിലൊന്നുമല്ല. അപ്പോൾ PC ജോർജിനെ കുത്തിയിളക്കി ഇങ്ങനെയൊക്കെ പറയിപ്പിച്ച് ആ മനുഷ്യനെ എന്നേക്കുമായി രാഷ്ട്രീയ മേഖലയിൽ നിന്ന് തീർക്കുക എന്ന കൊട്ടേഷൻ എടുത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ PR ടീം എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ കുറച്ച് യൂട്യൂബർമാർ ഇദ്ദേഹത്തെ തള്ളിക്കൊണ്ട് നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ചിന്തിക്കുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക.